ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു പുഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ ഒന്നും അല്ല. നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടാത്തതുമായ ഒരു മധുരമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ബ്രെഡ് വീറ്റ് ബ്രെഡോ വൈറ്റ് ബ്രെഡോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രെഡിൻ്റെ നമുക്ക് ക്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി കളയാന്നുള്ളതാണ്. അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ അരുവെല്ലാം മുറിച്ച് മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിനകത്തോട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മുറിച്ചൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാതെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നോട് കുറേ നാളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ്. എന്നോട് ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഒത്തിരി നേരമൊന്നും വെക്കാതെ ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ വെക്കാതെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ ഒരു മധുരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പുഡിങ്ങിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരി, ഇതാ ഞാൻ ബ്രെഡൊക്കെ മുറിച്ചൊക്കെ ഈ മിക്സി ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അത് എത്രത്തോളം ആദ്യം ഒരു 1/4 കപ്പ് ഒഴിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ചും കൂടെ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല്, ആ പാലും കൂടെ ഒഴിച്ച് നമ്മുടെ ബ്രെഡ് ഈ ഒരു കണക്കിന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരണം. നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിനകത്ത് ഒഴിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, പിന്നീടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 1/2 ലിറ്റർ 500 ml പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെയിം ഒന്നും ഞാൻ ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. കണ്ടോ, ഫ്ലെയിം ഓഫാണ്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1/2 ലിറ്റർ പാല് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇത് അളന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂണാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പാലെടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ കോൺഫ്ലവറിൻ്റെ അളവ് മാറും. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഈ പാലിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അലിഞ്ഞ് വരാനൊക്കെ ആയിട്ട് ഇച്ചിരി സമയം എടുക്കും. കോൺഫ്ലവർ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അത് സാരമില്ല, ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം ഓഫ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞ് ചേർന്ന് ഇതാ ഒരു പാലും വെള്ളം പോലെ വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ലോവിലോട്ട് മാറ്റാം കേട്ടോ. ലോവിലാണ് നമ്മൾ ബാക്കിയെല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ചെറുതായി ചൂടായി വരുന്ന സമയത്ത് ഞാനിതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മധുരത്തിനനുസരിച്ചൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. പക്ഷെ 1/2 ലിറ്ററിന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡും ആ പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നടക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. ഞാൻ ഈ ഒരു ആദ്യം മുതലേ അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ബ്രെഡൊക്കെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതവിടെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്ക്. ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് ഇതാ ഒരു 2-3 നുള്ള മഞ്ഞൾപ്പൊടി. അത് ചേർക്കുന്നത് ഓപ്ഷണലാണ്, മറ്റൊന്നുമല്ല, ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു വെള്ള പുഡിങ്ങൊക്കെ അല്ല, അല്ലെങ്കിൽ വെള്ള മധുരം വെള്ള ഐസ്ക്രീമൊക്കെ അല്ല, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്നും കാണത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് 1-2 നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാലും നല്ല രുചിയാണ്. നല്ല രുചി മാത്രമല്ല കേട്ടോ, ഒരു നിറവും ഒക്കെ ഒരു ഭംഗിയാണ് കാണാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എസെൻസ് ചേർക്കുന്നുണ്ട്. ഞാൻ വാനില എസെൻസ് ആണ് 1/4 ടീസ്പൂൺ ചേർക്കുക. ഇനി വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം ഏലക്കയുടെ പൊടിയോ ഒരു 2-3 നുള്ളു ചേർക്കാം, ഒത്തിരി ചേർക്കണ്ട. ഇനി നമുക്കിത് സമയമെടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ കുറുകി വരും. ഒത്തിരി ടൈറ്റായിട്ട് അങ്ങ് കുറുകിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന ആ ഒരു പരിവുണ്ടല്ലോ, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ നിർത്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പം വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് കേട്ടോ. നമുക്കിതിനൊരു പുഡിങ്ങിൻ്റെ ടേസ്റ്റും എന്നാൽ ഒത്തിരി നേരം ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു അവസ്ഥയല്ലേ വേണ്ടത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ അതവിടെ ചൂടാറട്ടെ. അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പം ഇതുപോലെ ചെറിയ പാടയൊക്കെ കിട്ടും, അത് സാരമില്ല, നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഡബിൾ ക്രീമാണ്. ഡബിൾ ക്രീം, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് ഒരു കപ്പ് ഞാനിത് ഈ ഒരു വിപ്പിംഗ് ക്രീം ഞാൻ ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മിക്സിയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ഇന്ന് മിക്സിയിലാണ്. അപ്പോൾ മിക്സി എടുക്കുക, അതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ക്രീം ഒഴിക്കുക. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു ആദ്യം ഫസ്റ്റിലിടുക സ്പീഡ്, പിന്നെ 2-ലിടുക. എന്നിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് സമയം എടുത്ത് 1-1.5 മിനിറ്റ് സമയം എടുത്തത് അടിച്ചു കഴിഞ്ഞാൽ അതാ ഈ ഒരു കണക്കിന് നമ്മുടെ ക്രീം വരും. നല്ല ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീം ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചൂട് ആറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡും പാലും കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ മിക്സി ജാറിനകത്തോട്ട് ക്രീമിനൊപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് വരണം. നല്ല ഫൈൻ സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് വരും. അതുവരെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഷ്ടി ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു രീതിക്ക് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നല്ലൊരു കുഴിയുള്ള നീളത്തിലുള്ള ഒരു പാത്രത്തിൽ ഇത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിത് നേരെ ഫ്രിഡ്ജിനകത്ത് 1/2 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് സാധാരണ നമ്മൾ പുഡിംഗ് സെറ്റ് ആക്കുന്നത് പോലെ 3-4 മണിക്കൂറൊന്നും വെക്കുന്നില്ല. അപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാനത് എടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പുഡിംഗ് അല്ല, ഒരു മധുരം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അല്പം പിസ്ത ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ പോലെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു റെസിപ്പി കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും 4 മുതൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ജെല്ലി പോലത്തെ പുഡിംഗ് ആക്കി എടുക്കാം. ഇനി അതല്ല, ഒത്തിരി സമയം ഉണ്ടെങ്കിൽ നമുക്കിതൊരു ഐസ്ക്രീമായിട്ടും എടുക്കാം. പക്ഷേ ഇതേ സംഭവം തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ സ്മൂത്ത് ക്രീമി ഐസ്ക്രീം ആയിട്ടും എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനപ്പോൾ 2-3 തരത്തിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അല്പം 2 ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അതായത് ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. ഇനി അത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇച്ചിരി കൂടെ ടേസ്റ്റ് വരാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലൊക്കെ ഉള്ള ഫ്രൂട്ട്സ് അതൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അല്പം കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ്, ബിസ്ക്കറ്റും ഇച്ചിരി ബട്ടറൊക്കെ കൂടെ മിക്സ് ചെയ്ത് ബിസ്ക്കറ്റ് പൊടിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടിട്ട് ഈ ചീസ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാം. പല ഓപ്ഷൻസിനും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.